നട എന്നതിലുപരിയായി തിരക്കഥാകൃത്തായി തിളങ്ങിയിട്ടുള്ള വിഷ്ണു ഉണ്ണികൃഷ്ണൻ തൻ്റെ ജീവിതത്തിലുണ്ടായ സംഭവങ്ങൾ സിനിമയിലൂടെ കാണിച്ചിരുന്നു. ഋത്തിക് റോഷൻ എന്ന ചിത്രത്തിലൂടെ വെള്ളിത്തിരയിലെത്തിയ താരം തൻ്റെ ജീവിതത്തിലുണ്ടായ ദുരനുഭവത്തെക്കുറിച്ച് തുറന്നു സംസാരിക്കുകയാണ്. ട്രെയിനിൽ വെച്ച് കള്ളനാണെന്ന് കരുതി തന്നെ പിടിച്ചതിനെക്കുറിച്ചായിരുന്നു വിഷ്ണു ഉണ്ണികൃഷ്ണൻ പറഞ്ഞത്. സുഹൃത്തായ വിപിൻ ജോർജിനൊപ്പം ഫ്ലവേഴ്സ് 1 കോടി എന്ന പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോഴാണ് ചെറിയ പ്രായത്തിൽ കള്ളനായി ചിത്രീകരിക്കപ്പെട്ടതിനെക്കുറിച്ച് വിഷ്ണു വെളിപ്പെടുത്തിയത്. അന്ന് സ്കൂളിൽ നിന്ന് കലോത്സവത്തിൽ പങ്കെടുക്കാൻ കൊണ്ടുപോയി. എൻ്റെ ടീച്ചറിൻ്റെ ഭർത്താവിനൊപ്പമാണ് പോകുന്നത്. അദ്ദേഹം അടുത്തുള്ള മറ്റൊരു സ്കൂളിലെ അധ്യാപകനാണ്. ടീച്ചറിന് സമയമില്ലാത്തത് കൊണ്ട് എന്നെയും അവർക്കൊപ്പം വിട്ടതാണ്. എനിക്ക് മിമിക്രി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് അവരുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് എൻ്റെ ഐറ്റം തീരുന്നത് വരെ കാത്തിരിക്കുകയായിരുന്നു സാറും കുട്ടികളും. ഒടുവിൽ എൻ്റെ ഐറ്റം കഴിഞ്ഞ് തിരികെ പോരുകയാണ്. ട്രെയിനിന് പോകാനുള്ളത് കൊണ്ട് റിസൾട്ട് എന്തായി എന്നറിയാൻ കാത്തിരിക്കാനൊന്നും സമയം ഇല്ലായിരുന്നു. അന്ന് ഫസ്റ്റ് കിട്ടുന്ന കുട്ടികളുടെ ഫോട്ടോ മാത്രമേ എടുക്കുകയുള്ളൂ. എന്തായാലും റിസൾട്ട് അറിയാൻ നിൽക്കാതെ ഞങ്ങൾ തിരികെ പോന്നു. റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ 9 മണി. ട്രെയിൻ 2 മണിക്ക് വരികയുള്ളൂ. അങ്ങനെ അവിടെ കാത്തു നിൽക്കുമ്പോഴാണ് മിമിക്രിയിൽ പങ്കെടുത്ത വേറൊരു കുട്ടി വരുന്നത്. അവനോട് റിസൾട്ട് എന്തായി എന്ന് ചോദിച്ചപ്പോൾ 1ാം സ്ഥാനം 21ാം നമ്പറിനാണെന്ന് പറഞ്ഞു. നോക്കുമ്പോൾ അത് എൻ്റെ നമ്പറാണ്. അങ്ങനെയാണ് അതിൽ വിജയിച്ചത് ഞാനാണെന്ന് അറിയുന്നത്. ഇതോടെ വലിയ സന്തോഷത്തോടെയാണ് ട്രെയിനിൽ കയറുന്നത്. കാല് കുത്താൻ പോലും സ്ഥലമില്ലായിരുന്നു. ഒടുവിൽ ഞാനും എൻ്റെ കൂട്ടുകാരനും കൂടെ വാതിലിൻ്റെ സൈഡിലായി സ്ഥലം കിട്ടി നിന്നു. ഇടയ്ക്ക് ഒരു പ്രായമുള്ള ആൾ ഞങ്ങളെ തിക്കി ഞെരുക്കി ബാത്റൂമിലേക്ക് പോയി. തിരികെയും അതുപോലെ പോയി. പെട്ടെന്ന് അദ്ദേഹം ഒരു കരച്ചിലാണ്. അദ്ദേഹത്തിൻ്റെ പേഴ്സ് ആരോ അടിച്ചു മാറ്റി എന്ന് പറഞ്ഞാണ് കരയുന്നത്. ശേഷം അത് ഞാനാണെന്ന് പറഞ്ഞു. അന്നേ ബോഡി ഷേമിങ്ങിൻ്റെ ഏറ്റവും പീക്കായ സമയമാണ്. കേട്ടവരെല്ലാം എൻ്റെ നേരെ തിരിഞ്ഞു. ഇതോടെ ഞാനല്ല പേഴ്സ് എടുത്തതെന്നും ഞാൻ അങ്ങനെ മത്സരത്തിൽ പങ്കെടുത്ത് മടങ്ങുകയാണെന്നൊക്കെ പറഞ്ഞു. സ്കൂളിൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് വരെ കാണിച്ചു കൊടുത്തു. എന്നിട്ടും അവർ വിട്ടില്ല. എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു വരികയാണ്. പക്ഷെ ആളുകൾ എൻ്റെ ശരീരം മൊത്തം പരിശോധിച്ചിട്ടും പേഴ്സ് കിട്ടിയില്ല. ഇവൻ ഒറ്റയ്ക്കാവില്ല, വേറെയും ആളുകളുണ്ടാവും. അതൊക്കെ എത്തേണ്ടിടത്ത് എത്തിയിട്ടുണ്ടാവും ഒക്കെയാണ് ആളുകൾ പറയുന്നത്. എന്നാൽ പേഴ്സ് അയാൾ ഇരുന്നിടത്ത് തന്നെ തിരികെ കിട്ടി. ഇതോടെ എന്നെ പിടിച്ചു നിർത്തിയവരൊക്കെ വിട്ടിട്ട് പോയി. രാവിലെ 5 മണിക്ക് ട്രെയിൻ തൃശ്ശൂർ എത്തിയപ്പോൾ പത്രം വാങ്ങി. അതിൽ എൻ്റെ മത്സരഫലം ഉണ്ടായിരുന്നു. അത് ഞാൻ അവരെ കാണിച്ചു കൊടുത്തിട്ടാണ് പോന്നതെന്നും വിഷ്ണു പറയുന്നു.